സഖാക്കളെ, ഈ പാർലമെൻറ്റ് സമ്മേളനം തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള 3 ലേബർ കോഡുകൾക്ക് നിയമവിരുദ്ധമായ നിലയിൽ, ചട്ടവിരുദ്ധമായ നിലയിൽ അംഗീകാരം നൽകി. ഈ ഭേദഗതികൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ഒരു പരിശോധനയും പഠനവും നടത്തി കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം പുതിയ ഈ സഭയിൽ പാസാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട 3 കോഡുകൾ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഓക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, ഈ 3ൻ്റെയും കോപ്പികൾ ഞങ്ങൾ പാർലമെൻറ്റ് മെമ്പർമാർക്ക് ലഭ്യമായത് കഴിഞ്ഞ 20-ാം തീയതിയാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ സഭയിൽ അവതരിപ്പിച്ച കോഡുകൾ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തു. ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ 3 കോഡുകളെക്കുറിച്ചും വിശദമായ പരിശോധന നടത്തുകയുണ്ടായി. ട്രേഡ് യൂണിയനുകളുമായി പലതവണ ചർച്ച ചെയ്തു. അതുപോലെ തൊഴിലുടമ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച ചെയ്തു. വിവിധ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, തൊഴിൽ വകുപ്പ് മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ചർച്ചകൾ നടത്തുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ 3 കോഡുകളെ സംബന്ധിച്ച് ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു, യുനാനിമസായി. ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മെമ്പറായ ഞാൻ CITUവിൻ്റെ പ്രതിനിധി കൂടിയാണ്. ഈ 3 നിയമങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് വച്ച എല്ലാ നിർദ്ദേശങ്ങളും ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ DMK നേതാവും അവരുടെ തൊഴിലാളി സംഘടനയുടെ പ്രസിഡൻറ്റുമായ ഷൺമുഖം, പാർലമെൻറ്റ് മെമ്പർ, രാജ്യസഭ, അദ്ദേഹവും ഈ കോഡുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതികളിലും കുറേ എണ്ണം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പൊതുവിൽ സ്വീകാര്യമായില്ല. CPI പ്രതിനിധിയും അതുപോലെ ഭിന്നാഭിപ്രായം പറഞ്ഞിരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്ന മെമ്പർമാരിൽ കേരളത്തിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറായപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നിർദ്ദേശിച്ച ഭേദഗതികൾ റിപ്പോർട്ടിൽ പൊതുവിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഭിന്നാഭിപ്രായക്കുറിപ്പായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ചെയർമാന് കത്ത് നൽകുകയുണ്ടായി. അതനുസരിച്ച് ഭിന്നാഭിപ്രായം നൽകിയ മെമ്പർമാരുടെ ഭിന്നാഭിപ്രായക്കുറിപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 44 നിയമങ്ങളാണ്, തൊഴിൽ നിയമങ്ങളാണ് 4 കോഡുകളാക്കി മാറ്റാൻ ഇന്നത്തെ BJP ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിലാദ്യത്തെ കോഡ് ഓൺ വേജസ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാസാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ചേർന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് മുമ്പ് കോഡ് ഓൺ വേജ് അവതരിപ്പിച്ചു. ആ നിയമത്തിനെതിരായി, അതിലുള്ള വ്യവസ്ഥകൾക്കെതിരായി തൊഴിലാളി സംഘടനകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കോഡ് ഓൺ വേജ് അവതരിപ്പിച്ച ഘട്ടത്തിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പാർലമെൻറ്റിൽ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കാത്തതുകൊണ്ടാണ് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നാവശ്യം ഉന്നയിച്ച്. അതൊന്നും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. ആ സമ്മേളനത്തിൽ തന്നെ കോഡ് ഓൺ വേജസ് പാസ്സാക്കണമെന്ന് അവർ ശാഠ്യം പിടിച്ചു. ചർച്ചയ്ക്ക് ശേഷം
ഇരു സഭകളും ആ ബില്ലുകൾ പാസാക്കി. BJP നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇപ്പോൾ രാജ്യസഭയിലും ഭൂരിപക്ഷമുണ്ട്. ലോകസഭയിൽ ബില്ലിന്മേൽ വോട്ടെടുപ്പ് പോലും നടന്നില്ല, ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. എന്നാൽ രാജ്യസഭയിൽ കടുത്ത എതിർപ്പിനെ ഗവൺമെൻറ് നേരിടേണ്ടി വന്നു. ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തു. ഒടുവിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. എതിർത്ത് വോട്ട് ചെയ്തത് 8 മെമ്പർമാരാണ്. അതിൽ 6 പേർ ഇടതുപക്ഷത്തു നിന്നുള്ളവരാണ്. 5 CPIM, 1 CPI. ഒരാൾ DMKയിൽ നിന്നും ഒരാൾ സമാജ്വാദി പാർട്ടിയിൽ നിന്നുമാണ് മറ്റ് 2 പേർ. ഇതായിരുന്നു കോഡ് ഓൺ വേജസിൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സമ്മേളനമായപ്പോഴേക്കാണ് 3 കോഡുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിന് ശേഷം ചേരുന്ന സമ്മേളനം എന്ന നിലയിൽ ഈ 3 കോഡുകളും ഈ സഭയിൽ പാസാക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തു. എപ്പോൾ ഇത് പരിഗണിക്കപ്പെടും എന്നതിനെക്കുറിച്ച് സമ്മേളനം തുടങ്ങുന്ന സന്ദർഭത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. രാജ്യസഭയുടെ കാര്യോപദേശക സമിതിയുടെ യോഗം ചേർന്നപ്പോൾ ആദ്യത്തെ ആഴ്ച പരിഗണിക്കപ്പെടേണ്ട ബില്ലുകൾ, മറ്റ് നടപടികൾ ഇതെല്ലാം തീരുമാനിച്ചു. എങ്കിലും ആ തീരുമാനിച്ച കൂട്ടത്തിൽ ലേബർ കോഡുകൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആഴ്ച പരിഗണിക്കാമെന്ന നിലയിലാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് എന്ന് തോന്നുന്നു. എന്നാൽ പിന്നീട് കാര്യോപദേശക സമിതിയുടെ യോഗം ചേർന്നില്ല. ഈ ബില്ലുകൾ എപ്പോൾ പരിഗണിക്കും എന്നതിനെക്കുറിച്ച് ഒരു ആലോചന പോലും നടക്കുകയുണ്ടായില്ല. ബില്ല് പാർലമെൻറ്റിൽ വന്നാൽ ഓരോ ബില്ലും പ്രത്യേകം ചർച്ച ചെയ്യുമ്പോൾ ഓരോന്നിനും എത്ര സമയം അലോട്ട് ചെയ്യണം എന്ന കാര്യം പോലും തീരുമാനമെടുത്തിരുന്നില്ല. ഇത് ഗവൺമെൻറ് ബോധപൂർവം ചെയ്തതാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ലോകസഭയിൽ ഈ 3 കോഡുകളും ഒരു ദിവസം ഒന്നിച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് ചർച്ച അവസാനിപ്പിക്കുകയും അവിടെ പാസാക്കുകയും ചെയ്തു. ഈ തവണയും ലോകസഭയിൽ ലേബർ കോഡുകൾ വോട്ടെടുപ്പില്ലാതെ പാസ്സായി എന്നതാണ് ലോകസഭയുടെ പ്രത്യേകത. രാജ്യസഭയിൽ ഈ ബില്ല് വന്നത് 23-ാം തീയതിയാണ്. ആ സന്ദർഭത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ലോകസഭ ബഹിഷ്കരിച്ച് പുറത്തായിരുന്നു. രാജ്യസഭയിൽ വന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം മുൻനിർത്തി ഇടതുപക്ഷ പാർട്ടികളും DMK പോലുള്ള പാർട്ടികളും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ സഭയിൽ തന്നെ ബില്ല് പാസ്സാക്കണമെന്ന് ശാഠ്യം പിടിച്ച സർക്കാർ ബില്ല് പാർലമെൻ്ററി സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കാൻ അനുവദിച്ചില്ല. കാര്യോപദേശക സമിതിയുടെ യോഗം ചേരുമ്പോൾ ഗവൺമെൻറ് പുറപ്പെടുവിച്ച 11 ഓർഡിനൻസുകളിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 3 ബാങ്കിംഗ് റെഗുലേഷൻ അമെൻമെൻറ്റ് ഓർഡിനൻസും 4 ഓർഡിനൻസുകൾ നിയമമാക്കാനുള്ള ബില്ലുകൾ പാർലമെൻറ്റിൽ വന്ന് ആ ബില്ലുകൾ സെലക്ട് കമ്മിറ്റിക്ക് വിടണം, വിപുലമായ ചർച്ചകൾ നടത്തണം, പാർലമെൻറ്റ് ഒറ്റയടിക്കത് പാസ്സാക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പ്രതിപക്ഷം പറയുകയുണ്ടായി. എന്നാൽ ഗവൺമെൻറ് അതിനോട് യോജിച്ചില്ല. ഈ സഭയിൽ തന്നെ ഇതെല്ലാം പാസ്സാക്കണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു. അങ്ങനെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ 20-ാം തീയതി രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വന്ന് അത് ലോക്സഭ തലേ ദിവസം പാസ്സാക്കിയതായിരുന്നു. ആ ബില്ലിൻ്റെ ചർച്ചക്കിടയിൽ കാർഷിക മേഖലയിൽ കരാറുവൽക്കരണം, കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തിൽ നിന്ന് സർക്കാർ പിന്മാറി കുത്തക വ്യാപാരികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന
ഏറ്റവും വിനാശകരമായ നയങ്ങൾ ഉൾപ്പെടെ വരുന്ന ബില്ലായതുകൊണ്ട് അത് സെലക്ട് കമ്മിറ്റിക്ക് റെഫർ ചെയ്യണമെന്ന പ്രമേയം പാസ്സാകണമോ എന്ന ഘട്ടം വരുമ്പോൾ പരിഗണനക്കെടുത്തപ്പോൾ അത് വോട്ടിനിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ ഗവൺമെൻറ് തയ്യാറായില്ല. അതിനെ തുടർന്ന് രാജ്യസഭയിൽ വലിയ ബഹളമുണ്ടായി. ആ ബഹളത്തിൻ്റെ ഇടയിൽ ശബ്ദ വോട്ടോടെ എല്ലാം പാസ്സായതായി പ്രഖ്യാപിച്ച് ഗവൺമെൻറ് ബിസിനസ് അവസാനിപ്പിച്ചു. രാജ്യസഭ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ചട്ടമനുസരിച്ച് ഏതെങ്കിലും ഒരു ബില്ലിന്മേൽ അല്ലെങ്കിൽ ബില്ലിലെ ഒരു വകുപ്പിന്മേൽ ഒരു പ്രമേയത്തിന്മേൽ ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് വോട്ട് ആവശ്യപ്പെട്ടാലും വോട്ടെടുപ്പ് നടത്തണം എന്നാണ് വ്യവസ്ഥ. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും സഭാ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ടെടുപ്പ് നിഷേധിക്കാൻ ലോക്സഭാ സ്പീക്കർക്കോ രാജ്യസഭാ ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ അവകാശമില്ല. പക്ഷേ നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായുമാണ് 20-ാം തീയതി രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് പ്രവർത്തിച്ചത്. അദ്ദേഹം യുണൈറ്റഡ് ജനതാദൾ എന്ന പാർട്ടിയുടെ നേതാവാണ്. യുണൈറ്റഡ് ജനതാദൾ BJP മുന്നണിയായി ബീഹാറിൽ ഭരണം നടത്തുന്ന പാർട്ടിയാണ്. അദ്ദേഹം BJP നേതാക്കളുടെ ഒരു ചട്ടുകം പോലെയാണ് പ്രവർത്തിച്ചത്. മെമ്പർമാരുടെ അവകാശങ്ങളെ അദ്ദേഹം ഹനിച്ചു. അതാണ് പാർലമെൻറ്റ് രാജ്യസഭ പ്രക്ഷുബ്ധമാവാൻ കാരണം. ആ പ്രക്ഷുബ്ധാവസ്ഥയുടെ പേരിൽ പിറ്റേ ദിവസം 8 മെമ്പർമാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ നടപടി പ്രതിഷേധിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട മെമ്പർമാർ 21-ാം തീയതി 12 മണി മുതൽ പാർലമെൻറ്റ് പരിസരത്ത് ധർണാ സമരം പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം കാർഷിക മേഖലയിലെ സുപ്രധാന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ ഏകപക്ഷീയമായി പാസാക്കിയ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിച്ചു. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലെ രാജ്യസഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണ് എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. എന്നാൽ കാർഷിക നിയമങ്ങളിൽ ഉൾക്കൊള്ളുന്ന കോർപ്പറേറ്റ് അനുകൂല നിലപാടുകളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ ഗവൺമെൻറ് സന്നദ്ധമല്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം രാജ്യസഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അതൊരു സമരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലേബർ കോഡുകൾ രാജ്യസഭയിൽ വരുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ ഞങ്ങൾക്കാർക്കും ആ ബില്ലിന്മേൽ ഇടപെട്ട് സംസാരിക്കാനോ ഭേദഗതികൾ നിർദ്ദേശിക്കാനോ പോലും അവസരം ലഭിച്ചില്ല. ഇനി ഭേദഗതികൾ നിർദ്ദേശിച്ചാലും സർക്കാർ അത് അംഗീകരിക്കില്ല എന്നത് പോട്ടെ, വോട്ടെടുപ്പ് നടത്താൻ പോലും ഗവൺമെൻറ് അനുവദിക്കില്ല. ഇതാണ് BJPയുടെ ജനാധിപത്യം. ലേബർ കോഡുകൾ സഭയിൽ വന്ന ദിവസം 14 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒപ്പിട്ട ഒരു കത്ത് രാജ്യസഭ ചെയർമാൻ എത്തിച്ചു കൊടുത്തു. കാലത്ത് പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ സുപ്രധാനമായ ഈ നിയമങ്ങൾ പരിഗണിക്കരുത്. കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് ഈ 3 നിയമങ്ങളും. അതുകൊണ്ട് ഏകപക്ഷീയമായി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ മാത്രം ഇരുന്നുകൊണ്ട് നിയമം പാസ്സാക്കുന്നത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അതും രാജ്യസഭാ ചെയർമാനോ BJP സർക്കാരോ മാനിച്ചില്ല. അങ്ങനെയാണ് ഇവ പാസ്സാക്കപ്പെട്ടത്. ഇപ്പോൾ 4 കോഡുകളും പാസ്സായി എന്ന് നാം അറിയേണ്ടതാണ്. ഇത് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഈ 4 ലേബർ കോഡുകളും. ഇന്ത്യ ഗവൺമെൻറ് പിന്തുടർന്നു വരുന്ന നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ചുവട് പിടിച്ചാണ് തൊഴിൽ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നത്. ഡൂയിങ് ബിസിനസ് ഈസി എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖല അയവേറിയതാക്കുക, ലേബർ ഫ്ലെക്സിബിലിറ്റി എന്ന
മുതലാളി വർഗത്തിൻ്റെ ആവശ്യത്തെ മാനിച്ചുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത്. ജോലി സ്ഥിരത ഇല്ലാതാക്കുകയും ഹയർ ആൻഡ് ഫയർ സമ്പ്രദായം നടപ്പാക്കുകയും ചെയ്താൽ തൊഴിൽ മേഖലയിൽ വലിയ വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുമെന്നും എല്ലാമാണ് സർക്കാരിൻ്റെ അവകാശവാദം. മുതലാളി സംഘടനകളുടെയും അവകാശവാദം അതാണ്. വ്യവസായ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വരാത്തത് തൊഴിലാളി സംഘടനകളുടെ സംഘടിത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് അവർ ആക്ഷേപിക്കുന്നു. എന്നാൽ വ്യവസായ നിക്ഷേപവും തൊഴിലാളി സംഘടനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. ഇന്ത്യയിൽ എന്തുകൊണ്ട് നിക്ഷേപം വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കമ്പോളത്തിൻ്റെ അങ്ങേയറ്റത്ത ദയനീയാവസ്ഥയാണ് ഇന്ത്യയിൽ പുതിയ വ്യവസായ നിക്ഷേപങ്ങൾ നടക്കാത്തത്. കമ്പോളം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വാങ്ങൽ കഴിവാണ്. ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. ഏകദേശം 56 കോടി മനുഷ്യർ. പിന്നെ വലിയൊരു വിഭാഗം സാധാരണക്കാരും ചെറുകിടക്കാരും ദരിദ്രരുമായ കർഷകരാണ്. ഇവരുടെ വരുമാനത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചലനം. തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷവും അസംഘടിത പരമ്പരാഗത മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ന്യായമായ കൂലി പോലും കിട്ടുന്നില്ല. മറ്റ് സാമൂഹ്യ സുരക്ഷിതത്വങ്ങളില്ല. വർദ്ധിച്ചു വരുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ പോയി വാങ്ങാൻ അവർക്ക് കഴിയില്ല. ഇതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിലെയും അവസ്ഥ. തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. 2018 നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 24% ഉയർന്നു. കഴിഞ്ഞ 40 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരാളും മുതൽ മുടക്കില്ല, വിദേശ നിക്ഷേപവും വരില്ല, രാജ്യത്തിനകത്തുള്ള കോർപ്പറേറ്റുകളും നിക്ഷേപം നടത്താൻ സന്നദ്ധമല്ല. ഇതിന് പരിഹാരം കാണണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുന്ന വിധത്തിലുള്ള നയം ഗവൺമെൻറ് സ്വീകരിക്കണം. തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കണം. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാനുള്ള സാഹചര്യമുണ്ടാവണം. അങ്ങനെ ജനങ്ങളുടെ കയ്യിലേക്ക് പണം വരുമ്പോൾ അവർ കമ്പോളത്തിൽ പോയി അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങുമ്പോഴാണ് കമ്പോളം ചലിക്കുക. അതാണ് സാമ്പത്തിക വളർച്ചയുടെ മുന്നുപാധി. അതില്ലാത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇടിയുന്നത്, GDP വളർച്ച കുറയുന്നത്, ഇതൊന്നും അംഗീകരിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമല്ല. മുതലാളി വർഗത്തിൻ്റെ ആവശ്യം മാനിച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി വരുത്താനാണ് അവർ നീങ്ങുന്നത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജിൻ്റെ മറവിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാരുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരുകളും ഉൾപ്പെടെ ഏകദേശം 12 സംസ്ഥാന സർക്കാരുകൾ നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ, ഈ കോഡ് പാസ്സാക്കുന്നതിന് മുമ്പ് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന പല വ്യവസ്ഥകളും ഭേദഗതി വരുത്തി. തൊഴിൽ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതായതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നിയമമുണ്ടാക്കാമെന്നാണ് വ്യവസ്ഥ. ആ പഴുതുപയോഗിച്ചാണ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ ജോലി സമയം 8 മണിക്കൂർ എന്നത് 12 മണിക്കൂർ വരെയായി ദീർഘിപ്പിക്കുന്ന ഉത്തരവുകൾ, ഓർഡിനൻസുകൾ പല വിധത്തിൽ UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ബീഹാർ, ത്രിപുര ഇതുപോലുള്ള സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്, അതുപോലെ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി ഉദാരമാക്കുന്നത്, ഹയർ ആൻഡ് ഫയർ സമ്പ്രദായം നടപ്പാക്കുന്നത്, ഇത്തരം നടപടികളൊക്കെ സ്വീകരിച്ചു. ഇതിനെല്ലാം എതിരായി ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരികയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 3 ലേബർ കോഡുകൾ പാസ്സാക്കാൻ സഭയിൽ വന്നത്, സഭ പാസ്സാക്കിയത്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. വെറുതെ ഭരണാധികാരികൾക്ക്
ഒരു സന്മനസ് തോന്നിയതുകൊണ്ട്, തൊഴിലാളി സ്നേഹം വന്നതുകൊണ്ട് ഉണ്ടായതല്ല തൊഴിൽ നിയമങ്ങൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ തൊഴിലാളികളുടെ സംഘടനകൾ രൂപം കൊള്ളുകയും തൊഴിലവകാശങ്ങൾക്കായി പോരാട്ടം ഉയർന്നു വരികയും ചെയ്തിരുന്നു. 1920-ലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലുടമകൾക്ക് സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടാകുമ്പോൾ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടു. തൊഴിലാളി സമരങ്ങൾ ഇരമ്പിക്കയറി. 1917 ശേഷം സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ശക്തിപ്പെട്ടു വന്നപ്പോൾ ലോകത്താകെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് അത് ആവേശകരമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലും തൊഴിലാളി പ്രസ്ഥാനം കരുത്താർജിച്ചതും തൊഴിലാളികൾക്ക് അനുകൂലമായ ചില നടപടികൾ സർക്കാർ കൈക്കൊള്ളാൻ നിർബന്ധിതമായതും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളിൽ അതിൻ്റെ നേതൃത്വം വഹിച്ച ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളുടെയും ആദ്യത്തെ തൊഴിൽ നിയമമുണ്ടാക്കുന്നതിൻ്റെയും നേതൃത്വം വഹിച്ചയാളാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയോ എന്നെനിക്കറിയില്ല. അദ്ദേഹം 1942 അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലത്ത് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ 1942-ലാണ് ആദ്യത്തെ തൊഴിൽ നിയമം അംബേദ്കർ നേതൃത്വം നൽകി രൂപീകരിക്കുന്നത്. അന്ന് അദ്ദേഹം ആ കൗൺസിലിലെ തൊഴിൽ വകുപ്പിൻ്റെ ചുമതലയുള്ളയാളായിരുന്നു. ആ വിധത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ തൊഴിൽ നിയമത്തിൻ്റെ വക്താവ് എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ആരംഭിച്ച നമ്മുടെ തൊഴിൽ നിയമങ്ങളുടെ ഈ ചരിത്രത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതും ആ തൊഴിൽ നിയമങ്ങളുടെ നിശേഷം അതിൻ്റെ തൊഴിലാളി ക്ഷേമ വശങ്ങൾ പൂർണ്ണമായും തകർക്കുന്നതുമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ലേബർ കോഡുകൾ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഒരു റിവേഴ്സ് പ്രോസസ്സ്, അല്ലെങ്കിൽ നേരത്തെ തൊഴിലാളി ക്ഷേമം മുൻനിർത്തി നിയമങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു സർക്കാരിൻ്റെ ചുമതലയെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളാണ് ഈ പറഞ്ഞ ഭേദഗതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹയർ ആൻഡ് ഫയർ സമ്പ്രദായം വ്യാപകമാക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്ഥിരം ജോലി ഇല്ലാതാക്കുക, കരാർ കാഷ്വൽ ജോലി സമ്പ്രദായം വ്യാപിപ്പിക്കുക, അതുവഴി മാനേജ്മെൻറ്റുകൾക്ക് ഇഷ്ടം പോലെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനും സ്ഥിരം ജോലികൾ കുറയ്ക്കുന്നതിനും അതുവഴി തൊഴിലാളികൾക്ക് നൽകുന്ന കൂലി കുറയ്ക്കുന്നതിനും അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനും അവസരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലുടമകൾ നീങ്ങുന്നത്. ചങ്ങാത്ത മുതലാളിത്തം എന്ന നയമംഗീകരിച്ച മോദി സർക്കാർ ഈ മുതലാളി വർഗത്തിൻ്റെ നയങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ അന്തർദേശീയ തൊഴിലാളി സംഘടന രൂപീകരണത്തിൽ പങ്കാളിത്തം വഹിച്ച ഒരു രാജ്യം എന്ന നിലയിൽ അന്തർദേശീയ തൊഴിലാളി സംഘടന എന്നറിയപ്പെടുന്ന ILO, അത് ട്രേഡ് യൂണിയൻ അല്ല, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, തൊഴിലവകാശങ്ങൾ വിളംബരം ചെയ്യുന്ന ഒട്ടേറെ പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന ഒരു വേദിയാണ്. എല്ലാ വർഷവും ILOയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ തൊഴിലാളി സംഘടനാ സമ്മേളനം, ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസ് ജനീവയിൽ ചേരാറുണ്ട്. അതിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, തൊഴിലുടമ സംഘടനാ പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ,
എന്നിവർ ഉൾക്കൊള്ളുന്ന ത്രികക്ഷി സമ്മേളനമാണ്, അന്താരാഷ്ട്ര സമ്മേളനം. ആ സമ്മേളനമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നത്. അങ്ങനെയുള്ള പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഓരോ രാജ്യത്തും നിയമങ്ങളുണ്ടായത്. തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം, സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന ഒരേ സ്വഭാവത്തിലുള്ള ജോലികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം അംഗീകരിച്ചത്, തൊഴിൽ നിയമങ്ങൾ വ്യവസായശാലകളിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ ലേബർ ഇൻസ്പെക്ഷൻ എന്ന തത്വം അംഗീകരിച്ചത്, ഏറ്റവും ഒടുവിൽ ഗാർഹിക തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന കൺവെൻഷനാണ് ILO അംഗീകരിച്ചത്. ആ ILO പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിൽ പിൽക്കാലത്ത് പല തൊഴിൽ നിയമങ്ങളും വന്നത്. അതെല്ലാം നിഷേധിക്കുന്നതാണ് ഇപ്പോഴത്തെ ലേബർ കോഡിൽ ഉണ്ടായിട്ടുള്ള വ്യവസ്ഥകൾ. മാത്രമല്ല, തൊഴിലാളികളെ ബാധിക്കുന്ന ഏത് പ്രശ്നവും തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്ന ILO പ്രമാണം, ILO കൺവെൻഷൻ 144 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ആ പ്രമാണത്തിലെ വ്യവസ്ഥ പോലും ഇവിടെ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തൊഴിലാളി സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് തൊഴിൽ നിയമ ഭേദഗതികളെ സംബന്ധിച്ച് അർത്ഥപൂർണമായ ചർച്ചയ്ക്ക് പോലും മുതിരാത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ത്രികക്ഷി സമ്മേളനമാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ്. 2015 ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ യോഗം ചേരാറില്ല. അതും ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണ്. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ത്രികക്ഷി സമ്മേളനമാണ്. സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാറുള്ള ഒരു വേദിയായിരുന്നു ഇത്. അത് സമ്മേളിക്കാതായി. ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിൽ തൊഴിലാളി എന്ന ഒരു വാക്കില്ല. തൊഴിലാളി ക്ഷേമം എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. വ്യവസായ നിക്ഷേപങ്ങൾക്ക് അവസരമുണ്ടാക്കാൻ ഡൂയിങ് ബിസിനസ് ഈസി എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ പാർശ്വവൽക്കരിക്കുകയും അവരുടെ തൊഴിലവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ 2 തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയുണ്ടായി. ലേബർ ലോസ് എക്സംഷൻ ഫ്രം ഫർണിഷിംഗ് റിട്ടേൺസ് ആൻഡ് മെയിൻറ്റെയിനിങ് രജിസ്റ്റർ ബൈ സർട്ടൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട്, അത് 2014 അപ്രൻറ്റീസ് അമെൻമെൻറ്റ് ആക്ട്, അതും 2014 പാസ്സാക്കി. ഫാക്ടറീസ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ഒരുക്കം ഗവൺമെൻറ് നടത്തി. എല്ലാ ട്രേഡ് യൂണിയനുകളും ശക്തമായി എതിർത്തു. 2015 ചേർന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ ഈ പ്രശ്നം ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ചു. അന്ന് ILCയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രേഡ് യൂണിയനുകളുമായി മുൻകൂർ ചർച്ച ചെയ്യാതെ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതല്ല എന്ന് സമ്മേളനത്തിന് ഉറപ്പ് നൽകി. പക്ഷേ ആ ഉറപ്പിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് തൊഴിലാളി സംഘടനകൾ തന്നെ അനിവാര്യമല്ല, അനാവശ്യമാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കലാണ്, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ ദുർബലമാക്കലാണ് ഇപ്പോഴത്തെ തൊഴിൽ നിയമ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. ഇൻഡസ്ട്രി റിലേഷൻസ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഇപ്പോൾ പാസ്സാക്കിയതിൽപ്പെടും. തൊഴിൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കോഡാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുന്ന നിയമം ഈ കോഡിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പഴയ ID ആക്റ്റിൽ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പല സംരക്ഷണവും ഈ പുതിയ കോഡ് വഴി ഇല്ലാതാവുകയാണ്. ട്രേഡ് യൂണിയൻ ആക്ട് IR കോഡിൽ ഉൾച്ചേർക്കപ്പെട്ടതാണ്. ID ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട് തുടങ്ങിയ നിയമങ്ങളെല്ലാം ചേർന്നതാണ് IR കോഡ്. തൊഴിലാളി സംഘടനകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഈ പുതിയ ലേബർ കോഡ്. ഒരു സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ 10% 100 എണ്ണമോ
100 തൊഴിലാളികളോ എപ്പോഴും അംഗങ്ങളായിരുന്നാൽ മാത്രമേ ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷൻ നിലനിൽക്കൂ എന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇത് ട്രേഡ് യൂണിയൻ ആക്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നതല്ല. 7 തൊഴിലാളികൾ ചേർന്ന് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അപേക്ഷ നൽകിയാൽ യൂണിയൻ രജിസ്റ്റർ ചെയ്തു കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. പല സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് സ്വകാര്യ കുത്തക മുതലാളിമാരുടെ സ്ഥാപനങ്ങളിൽ ട്രേഡ് യൂണിയൻ രൂപീകരണം പോലും ദുഷ്കരമാണ്. കേരളത്തിലെ മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചതിൻ്റെ പേരിൽ തൊഴിലാളികളോട് മാനേജ്മെൻറ്റ് കൈക്കൊള്ളുന്ന ദ്രോഹ നടപടികളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ഒരു സംഘടന രൂപീകരിക്കാനും വളരെ കുറച്ച് തൊഴിലാളികളെ ധൈര്യം കാണിക്കൂ. അങ്ങനെ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പുതിയ നിയമം പാസ്സായതോടുകൂടി തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഒരു സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ 66% തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ട്രേഡ് യൂണിയൻ ആയിരിക്കും ഇനിമേലിൽ സോൾ ബാർഗെയിനിങ് ഏജൻറ്റ്. ഒരു സ്ഥാപനത്തിൽ ഒന്നിലേറെ ട്രേഡ് യൂണിയനുകൾ ഉണ്ടാകുന്നത് ഒട്ടും മോശമായ കാര്യമല്ല. നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള തൊഴിലാളി സംഘടനകളുടെ അവകാശത്തെയാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. പണിമുടക്കിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാനും ശിക്ഷാർഹമാക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പണിമുടക്കിന് 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. അത് കഴിഞ്ഞ ID ആക്റ്റിലും അതായിരുന്നു വ്യവസ്ഥ. എന്നാൽ നോട്ടീസ് കിട്ടുന്ന മാനേജ്മെൻറ്റ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ തർക്കം സംബന്ധിച്ചൊരു കത്ത് കൊടുത്ത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അനുരഞ്ജന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിമുടക്ക് പാടില്ല. എന്നാൽ അനുരഞ്ജന നടപടികൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയില്ല. പണിമുടക്ക് പാടില്ലെന്നേ ഉള്ളൂ. അനുരഞ്ജന നടപടികൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ സ്വാധീനിച്ച് മാസങ്ങളോ വർഷങ്ങളോ നീട്ടിക്കൊണ്ടുപോകാം. കേരളം എന്ന സംസ്ഥാനത്ത് മാത്രമാണ് ഇപ്പോൾ തൊഴിലാളി താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു സർക്കാരുള്ളത്. മറ്റൊരു സംസ്ഥാനത്തുമില്ല. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ ലേബർ ഓഫീസർ മുതൽ സ്റ്റേറ്റ് ലേബർ കമ്മീഷണർ വരെ തർക്കം ചർച്ച ചെയ്ത് തീരുന്നില്ലെങ്കിൽ അഡ്ജൂഡിക്കേഷനോ ആർബിട്രേഷനോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പോസൽ വരെ പണിമുടക്ക് പാടില്ല. അഡ്ജൂഡിക്കേഷൻ്റെ മേൽ തീരുമാനം വന്നാൽ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൻ്റെ ലേബർ കോർട്ടിൻ്റെ തീരുമാനം വന്നാൽ, അത് തൊഴിലാളികൾക്ക് അനുകൂലമാണെങ്കിൽ മാനേജ്മെൻറ്റ് കോടതികളിൽ പോയാൽ അതിന്മേൽ തീർപ്പാകുന്നതുവരെ പണിമുടക്കാൻ അവകാശമില്ല, സമരം നടത്താൻ അവകാശമില്ല. എന്നാൽ ഇത്തരം തൊഴിൽ തർക്കങ്ങളിൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന നിയമപരവും ന്യായവുമായ ആവശ്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് ഒരു വ്യവസ്ഥയുമില്ല. ഇതെന്തായിരിക്കും തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൊഴിൽ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന വ്യവസ്ഥകളാണ് ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വ്യവസായ സ്ഥാപനത്തിൽ പണിമുടക്കണമെങ്കിൽ 51% തൊഴിലാളികൾ വോട്ടെടുപ്പിലൂടെ പണിമുടക്കാൻ അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ നിയമവിധേയമായ പണിമുടക്കാവൂ എന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. നിയമവിധേയമല്ലാത്ത പണിമുടക്ക്, നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അനുരഞ്ജന നടപടികളുടെ ഒരു മറ പിടിച്ച് തൊഴിലാളികളുടെ കൂട്ടായ വിലപേശൽ തടഞ്ഞു നിർത്തുന്ന ഈ നിയമവ്യവസ്ഥ ആ കാലയളവിനുള്ളിൽ വല്ല തൊഴിലാളികളും പണിമുടക്ക് സമരത്തിലേക്കോ മറ്റ് സമരങ്ങളിലേക്കോ പോയാൽ ആ പണിമുടക്ക് നിയമവിരുദ്ധ പണിമുടക്കായി കണക്കാക്കി ഒരു ദിവസത്തെ പണിമുടക്കിന് 8 ദിവസത്തെ വേതനം എന്ന തോതിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് കുറവ് വരുത്താൻ മാനേജ്മെൻറ്റുകൾക്ക് അധികാരമുണ്ട്. അപ്പം എങ്ങനെയാണ് ഭാവിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുക? കൂട്ടായ വിലപേശലിലൂടെയാണ് തൊഴിലാളികൾ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്തത്. അതിൻ്റെ അഭാവത്തിൽ മാനേജ്മെൻറ്റുകൾ നിശ്ചയിക്കുന്ന കൂലിയും ആനുകൂല്യങ്ങളും കൈനീട്ടി വാങ്ങി യാതൊരു എതിർപ്പും കൂടാതെ അടിമസമാനമായ നിലയിൽ ജോലികൾ ചെയ്യേണ്ടി വരും എന്നതാണ് ഈ നിയമം സൃഷ്ടിക്കുന്ന അവസ്ഥ. BJP ഗവൺമെൻറ് നേരത്തെ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് എന്നൊരു വ്യവസ്ഥ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നടപ്പാക്കിയിരുന്നു.
ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്റ്റിൽ തൊഴിലാളികളെ വിവിധ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. സ്ഥിരം തൊഴിലാളി, ബദലി തൊഴിലാളി, കാഷ്വൽ തൊഴിലാളി, അപ്രൻറ്റീസ്, ട്രെയിനി, ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നുമില്ലാത്തൊരു പുതിയ കാറ്റഗറിയെയാണ് BJP ഗവൺമെൻറ് സൃഷ്ടിച്ചത്. ഫിക്സഡ് ടേം എംപ്ലോയി, നിശ്ചിതകാല തൊഴിൽ. അന്ന് അതിന് ന്യായമായി പറഞ്ഞത് ഇന്ത്യയിൽ കുറേ സീസണൽ വ്യവസായങ്ങളുണ്ട്, ഒരു നിശ്ചിത കാലം മാത്രം പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഗാർമെൻറ്റ് ഇൻഡസ്ട്രി, ഉടുപ്പ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. അവർക്ക് ഓർഡർ കിട്ടുമ്പോൾ മാത്രമേ ജോലിയുള്ളൂ, എല്ലായ്പ്പോഴും ജോലിയില്ല. അതുകൊണ്ട് 12 മാസം, ഒരു വർഷം 12 മാസത്തേക്ക് സ്ഥിരമായി തൊഴിലാളികളെ വെച്ചാൽ ഇവർക്ക് ശമ്പളം കൊടുത്തു പോകുമ്പോൾ സ്ഥാപനം നഷ്ടത്തിലായി പോകും. ഓർഡർ കിട്ടുമ്പോൾ ആ ഓർഡർ തീർക്കാൻ തൊഴിലാളികളെ ജോലിക്ക് വെക്കുക. അങ്ങനെ ജോലിക്ക് ഫിക്സഡ് ടേം വ്യവസ്ഥയിൽ ജോലിക്ക് വെക്കുമ്പോൾ അവിടെയുള്ള സ്ഥിരം തൊഴിലാളികൾ ചെയ്യുന്ന അതേ സ്വഭാവത്തിലുള്ള ജോലിയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന അതേ കൂലിയും ആനുകൂല്യങ്ങളും ഈ ഫിക്സഡ് ടൈം എംപ്ലോയിക്കും കൊടുക്കും. ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ച് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിലേ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളൂ. ഇവിടെ അത്രയും സർവീസ് ഇല്ലെങ്കിലും ഫിക്സഡ് ടൈം എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി നൽകും എന്നൊക്കെ വ്യവസ്ഥ ഉണ്ടായി. അന്ന് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്കെന്നൊക്കെ വർഷം കണക്കാക്കി, കാലയളവ് കണക്കാക്കി തൊഴിലാളികളെ നിയമിക്കുന്ന രീതിയാണ്. അങ്ങനെ ഒരു സൗകര്യം എംപ്ലോയർക്ക് കിട്ടിയാൽ പിന്നെ സ്ഥിരം ജോലി എന്നത് കണി കാണാൻ പോലും ഉണ്ടാവില്ല. തൊഴിലാളികളെ എപ്പോഴും പിരിച്ചുവിടാനും എപ്പോഴും നടപടി സ്വീകരിക്കാനും മാനേജ്മെൻറ്റുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയൂ എന്നാണ് മുതലാളി വർഗത്തിൻ്റെ ഒരു അഭിപ്രായം. അപ്പോഴേക്കാണ് അവരുടെ കയ്യിലാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇനിമേലിൽ ഒരു ഫാക്ടറിയിലും സ്ഥിരം ജോലിക്കാരെ വെക്കില്ല. ഇപ്പോൾ ഫാക്ടറികളിൽ ജോലിക്ക് വെക്കുന്ന തൊഴിലാളികൾക്ക് 58 വയസ്സ് വരെയോ 60 വയസ്സ് വരെയോ ഒക്കെ ജോലി ചെയ്യാൻ അവകാശമുണ്ട്. ഇനിമേലിൽ ചുരുങ്ങിയ കാലത്തേക്ക് തൊഴിലാളികളെ ജോലിക്ക് വെക്കുന്ന മുതലാളി വർഗം, തൊഴിലുടമ ഏതെങ്കിലും കാരണം പറഞ്ഞ് ആ തൊഴിലാളിയെ നിശ്ചിത കാലാവധിക്ക് ശേഷം ഒഴിവാക്കിയാൽ അയാൾ മറ്റൊരു തൊഴിൽ അന്വേഷിച്ച് പോകണം. റിട്ടയർമെൻറ്റ് വയസ്സിനിടയിൽ ഒരു തൊഴിലാളി പല തൊഴിലുടമകൾക്ക് കീഴിൽ ജോലിയെടുക്കേണ്ടതായി വരും. ജീവിതത്തിലൊരിക്കലും ഒരു സ്ഥിരം ജോലി ഉണ്ടാവില്ല. സ്ഥിരമായൊരു ജോലിയും സ്ഥിരം ഒരു വരുമാനവും കിട്ടുമ്പോഴാണ് ഒരാൾക്ക് ജീവിതം പ്ലാൻ ചെയ്യാൻ സാധിക്കുക. എപ്പോഴും തൻ്റെ ജോലിയുടെ കാലാവധി അവസാനിക്കുമെന്ന ഭീഷണിയിൽ തൊഴിലുടമയെ പ്രീതിപ്പെടുത്തി ജോലി ചെയ്യാൻ ഈ തൊഴിലാളി നിർബന്ധിതനാവും. അവൻ ട്രേഡ് യൂണിയൻ അംഗമായി ചേരുന്നു എന്നറിയുമ്പോൾ തന്നെ വേണമെങ്കിൽ അവൻ്റെ സർവീസ് അവസാനിപ്പിക്കാം. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ രൂപം കൊള്ളുന്നത് മുളയിലെ നുള്ളിക്കളയാം. ട്രേഡ് യൂണിയനുകളില്ലെങ്കിൽ കൂട്ടായ വിലപേശൽ നടക്കില്ല. ഒരു തൊഴിലാളിയുടെയും വേതന നിലവാരം ഉയരില്ല. ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം അടിച്ചേൽപ്പിക്കാൻ ഈ നിയമം അനുശാസിക്കുന്നത്. 2ാം ലേബർ കമ്മീഷൻ, ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച 2ാം ലേബർ കമ്മീഷൻ ഒരു വ്യവസായത്തിൽ 2 വർഷം തുടർച്ചയായി ഒരു തൊഴിലാളി ജോലി ചെയ്താൽ, അത് കരാർ അടിസ്ഥാനത്തിലാണെങ്കിലും കാഷ്വൽ അടിസ്ഥാനത്തിലാണെങ്കിലും ഏത് വ്യവസ്ഥയിലായാലും 2 വർഷം തുടർച്ചയായി ഒരു സ്ഥലത്ത് ജോലി ചെയ്താൽ ആ തൊഴിലാളി സ്ഥിരം ജോലിക്ക് അർഹനാണ്, അയാളെ സ്ഥിരം ജോലിക്കാരനായി കണക്കാക്കണം എന്നാണ് 2ാം ലേബർ കമ്മീഷൻ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലേബർ കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതുപോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഫാക്ടറീസ് ആക്ട് എന്നൊരു നിയമം ഉണ്ടായിരുന്നു, അതും പുതിയ കോഡിലേക്ക് മാറ്റി. ആ ഫാക്ടറീസ് ആക്റ്റിൽ ഫാക്ടറി എന്ന നിർവചനത്തിൽ വരുന്നത് വൈദ്യുതി അല്ലെങ്കിൽ ഊർജം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ 10 പേരും, വൈദ്യുതി എന്ന ഊർജം ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ 20 പേരും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഫാക്ടറീസ് എന്നായി കണക്കാക്കുക. ഫാക്ടറീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഫാക്ടറീസ് ആക്ടിലെ ആനുകൂല്യം, ജോലി സമയം 8 മണിക്കൂർ, തൊഴിലാളികൾക്ക് ശുദ്ധവായു ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അപകടങ്ങൾ പറ്റുന്നതിനെതിരായ മുൻകരുതലുകൾ, ഇങ്ങനെയുള്ള ഒട്ടേറെ വ്യവസ്ഥകളുണ്ട് ഫാക്ടറീസ് ആക്ടിൽ. ഇപ്പോഴത്തെ നിയമത്തിൽ അത് 40 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഫാക്ടറീസ് ആക്ടിൻ്റെ പരിധിയിൽ വരില്ല എന്നാക്കി.
ചെറുകിട ഇടത്തരം വ്യവസായങ്ങളിൽ മഹാഭൂരിപക്ഷവും നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താവും. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനൂതനമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുറച്ച് തൊഴിലാളികളെ വച്ചും വലിയ ഉൽപ്പാദനം നടത്താൻ സാധിക്കും. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഫാക്ടറീസ് ആക്ട് ബാധകമാകാൻ വേണ്ടിയിരുന്ന എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് IR കോഡിൽ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്. ഇതാർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. പല വകുപ്പുകളിലും ഈ IR കോഡ് ഉൾപ്പെടെ എല്ലാ കോഡുകളിലും കാണുന്നത് ബ്യൂറോക്രസിക്ക് വലിയ തോതിൽ ഈ നിയമങ്ങളിലൊക്കെ ഇടപെട്ട് തീരുമാനമെടുക്കാൻ അവകാശം നൽകുന്നതാണ്. അങ്ങനെ വന്നാൽ ഏത് നിയമത്തിൻ്റെ പരിരക്ഷയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക? സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ കാണുന്നത്. തൊഴിൽ നിയമങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ലേബർ ഇൻസ്പെക്ഷൻ ILO അംഗീകരിച്ചൊരു പ്രമാണമാണ്. തൊഴിലാളികളുടെ പേര് രജിസ്റ്ററിൽ ചേർക്കുന്നുണ്ടോ, തൊഴിലാളികൾക്ക് ESI പദ്ധതി നടപ്പായിട്ടുണ്ടോ, പ്രോവിഡൻറ്റ് ഫണ്ട് നടപ്പായിട്ടുണ്ടോ, മിനിമം കൂലി കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാനാണ് ഇൻസ്പെക്ഷൻ. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ലേബർ എൻഫോഴ്സ്മെൻറ്റ്, മറ്റൊന്ന് കൺസിലിയേഷൻ. എൻഫോഴ്സ്മെൻറ്റ് വിഭാഗമാണ് ഈ പരിശോധന നടത്തേണ്ടത്, നിയമം എൻഫോഴ്സ് ചെയ്യുന്നവർ. പുതിയ നിയമത്തിൽ പറയുന്നത് ലേബർ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നയാൾ. ആർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നയാൾ? മാനേജ്മെൻറ്റുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ലേബർ ഇൻസ്പെക്ഷൻ മേലിൽ നടക്കില്ല. തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് തൊഴിലുടമകൾ ഫയലിംഗ് നടത്തിയാൽ മതി എന്നാണ് നിയമത്തെ അവസ്ഥ. നേരിട്ട് ഹാജരാവുകയോ ഒരു പരിശോധനയോ ഇല്ല. നേരത്തെ രാജസ്ഥാൻ ഗവൺമെൻറ് 2015 രാജസ്ഥാൻ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആദ്യം BJP ഗവൺമെൻറ് വന്നതിന് ശേഷം തൊഴിൽ നിയമ ഭേദഗതികൾ നടത്താൻ തീരുമാനിച്ചത്. BJP ഗവൺമെൻറ്, രാജസ്ഥാൻ ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങളിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്റ്റിൽ ഭേദഗതി വരുത്തിയപ്പോൾ ഈ മാതൃക മറ്റ് സംസ്ഥാനങ്ങളും പിന്തുടരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുകയുണ്ടായി. അന്ന് അധിക ഗവൺമെൻറ്റുകൾ അത്തരം ഭേദഗതികൾ വരുത്തിയില്ല. ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് പല ഗവൺമെൻറ്റുകളും ചില ഭേദഗതികൾ വരുത്തിയത്. രാജസ്ഥാൻ ഗവൺമെൻറ് 2015 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്റ്റിൽ വരുത്തിയ ഒരു പ്രധാന ഭേദഗതി 100 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ബാധകമാകുന്ന ചില വ്യവസ്ഥകൾ, ലേ ഓഫ്, റിട്രഞ്ച്മെൻറ്റ്, കമ്പനി അടച്ചുപൂട്ടൽ തുടങ്ങിയവ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മാനേജ്മെൻറ്റ് 100 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ, അതിൻ്റെ ഉടമകളാണെങ്കിൽ, മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ ആ ഫാക്ടറി നിൽക്കുന്ന സ്റ്റേറ്റിലെ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണം. 3 മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. 3 മാസത്തിനുള്ളിൽ ഗവൺമെൻറ് അനുകൂലമായോ പ്രതികൂലമായോ മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ തൻ്റെ ആവശ്യം അംഗീകരിച്ചതായി കണക്കാക്കും. അതാണ് നിയമവ്യവസ്ഥ. ഗവൺമെൻറ് അവകാശം നിഷേധിച്ചാൽ പൂട്ടാൻ പറ്റില്ല. ഇതായിരുന്നു വ്യവസ്ഥ. അത് 300 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബാധകമാവൂ എന്ന് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഭേദഗതിയിൽ വരുത്തി. അത് അന്ന് ഒരു സംസ്ഥാനത്ത് മാത്രമാണ്. അതിനെതിരെ തൊഴിലാളി സംഘടനകൾ വലിയ ശബ്ദമുയർത്തിയതാണ്. ഇപ്പോൾ IR കോഡിൽ ലേ ഓഫ്, റിട്രഞ്ച്മെൻറ്റ്, ക്ലോഷർ തുടങ്ങിയ വ്യവസ്ഥകൾ ബാധകമാകുന്ന സ്ഥാപനങ്ങൾ 300 അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ പാസാക്കിയ നിയമത്തിൽ പറയുന്നത്. ഇന്ത്യയിൽ സംഘടിത മേഖലയിൽ 300 അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എണ്ണം കുറവാണ്. ഇന്ത്യയിലെ ആകെ സംഘടിത തൊഴിലാളികളുടെ 90% ജോലി ചെയ്യുന്നത് 300-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ്. അതിനേക്കാൾ കൂടുതൽ തൊഴിലാളി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. മാത്രമല്ല, സാങ്കേതികവിദ്യ വികസിച്ച സാഹചര്യത്തിൽ വലിയ ഉൽപ്പാദനം നടത്താനും വലിയ ടേൺ ഓവർ ഉണ്ടാക്കാനും അധികം തൊഴിലാളികളെ ആവശ്യമില്ല. 500, 600, 700, 1000 തൊഴിലാളികളെ ജോലിക്ക് വെക്കുന്ന പല മാനേജ്മെൻറ്റുകളും സ്ഥിരം ജോലിക്കാരായി കമ്പനിയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് 150, 200, 250 തൊഴിലാളികളായിരിക്കും. ബാക്കിയുള്ളവർ ഡെയിലി വേജ്, കാഷ്വൽ, കോൺട്രാക്റ്റ്, അപ്രൻറ്റീസ്, ട്രെയിനി, ഇങ്ങനെ പല പേരുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക.
അത്തരം തൊഴിലുടമകൾക്ക് നിയമപരമായ ഒരാനുകൂല്യവും തൊഴിലാളികൾക്ക് നൽകാതിരിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നതാണ് പരിധി 300 ഉയർത്തിയ ലേബർ കോഡിലെ വ്യവസ്ഥ. പണ്ട് രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ഇപ്പോൾ ദേശവ്യാപകമായി നടപ്പാക്കാൻ ഈ കോഡ് വഴി മുതലാളി മാർഗത്തിന് സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഒരു ട്രേഡ് യൂണിയൻ ഒരു സ്ഥാപനത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ, പണിമുടക്ക് സമരത്തിന് തീരുമാനമെടുത്താൽ, ഏതെങ്കിലും ഒരു യൂണിയൻ മെമ്പർ ആ പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നാൽ, പണിമുടക്ക് ദിവസം കരിങ്കാലിയായി ജോലിക്ക് കയറിയാൽ അയാളുടെ പേരിൽ നടപടിയെടുക്കാൻ ട്രേഡ് യൂണിയൻ അവകാശമില്ലെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ. അതിൻ്റെ അർത്ഥം പണിമുടക്ക് പൊളിക്കാൻ പ്രേരണ നൽകുന്നു എന്നാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. ഇത് ട്രേഡ് യൂണിയനുകളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ്. വേതനം കണക്കാക്കുമ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ്, യാത്രാപ്പടി തുടങ്ങിയ അലവൻസുകൾ കൂടി ചേരുന്നതായിരുന്നു വേതനം എന്ന് പറയുന്ന ഘടകം. ഇപ്പോൾ HRA, TA എന്നീ അലവൻസുകളെ വേതനം എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ തൊഴിലാളികളുടെ ബോണസ് കണക്കാക്കുമ്പോൾ, മറ്റാനുകൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ, റിട്രഞ്ച്മെൻറ്റ് ബെനിഫിറ്റ് കണക്കാക്കുമ്പോൾ മൊത്തം ശമ്പളം എന്ന് പറയുന്നതിൽ ഈ അലവൻസുകൾ ഉൾപ്പെടുന്നതല്ല. കോഡ് സൃഷ്ടിച്ച മറ്റൊരു പ്രശ്നമാണ്. തൊഴിലാളി എന്ന നിർവചനത്തിൽ അപ്രൻറ്റീസ് ഉൾപ്പെടുമായിരുന്നു നേരത്തെ. അതും ഈ കോഡിൽ ഒഴിവാക്കി. വ്യവസായശാലകളിൽ സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്. തൊഴിലാളികളുടെ പെരുമാറ്റച്ചട്ടം. അത് മാനേജ്മെൻറ്റും തൊഴിലാളി സംഘടനകളും ചർച്ച ചെയ്തിട്ടാണ് സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ടാക്കുന്നത്. മോഡൽ സ്റ്റാൻഡിംഗ് ഓർഡർ തൊഴിലാളി സംഘടനകളുമായി കൺസൾട്ട് ചെയ്ത് ഉണ്ടാക്കണമെന്ന വ്യവസ്ഥ ഈ നിയമത്തിൽ ഇല്ല. അതൊഴിവാക്കി. അപ്പോൾ സ്റ്റാൻഡിംഗ് ഓർഡർ തൊഴിലാളി വിരുദ്ധമായ നിലയിൽ മാനേജ്മെൻറ്റുകൾക്ക് പടച്ചുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വ്യവസായശാലയിൽ, വൻകിട വ്യവസായശാലകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. അവയെ സെപ്പറേറ്റ് യൂണിറ്റുകളാക്കി മാറ്റി സ്പ്ലിറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഈ നിയമത്തിൽ. അപ്പോൾ ഒരു വ്യവസായത്തിൽ തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് വ്യത്യസ്ത യൂണിറ്റുകളിലെ തൊഴിലാളികളാക്കി മാറ്റി അവർക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ഈ നിയമം അവകാശം നൽകുന്നു. തൊഴിൽ സമയം 8 മണിക്കൂർ എന്നത് ആവശ്യമാണെങ്കിൽ സ്പ്രെഡ് ഓവർ ഡ്യൂട്ടിയോ മറ്റു പേരുകൾ പറഞ്ഞ് 10 മണിക്കൂർ വരെയാക്കി ദീർഘിപ്പിക്കുന്നതിന് ഈ നിയമം മാനേജ്മെൻറ്റുകൾക്ക് അവസരം നൽകുന്നു. ഓർഡിനൻസുകളുടെയും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെയും 12 മണിക്കൂർ വരെയായി ദീർഘിപ്പിക്കുന്ന പല നടപടികളും പല സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ചു. കേന്ദ്രത്തിൻ്റെ ഈ ബലത്തിലാണ് അവരതെല്ലാം ചെയ്തത്. അതുപോലെ തൊഴിലാളികളെ നിർവചിക്കുന്നിടത്ത് വർക്കർ, എംപ്ലോയി എന്ന 2 പദവും പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ബാംഗ്ലൂർ വാട്ടർ വർക്ക്സ് കേസിൽ, തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ച കേസിൽ VR കൃഷ്ണയ്യർ തൊഴിലാളി എന്ന നിർവചനം വ്യക്തമാക്കിക്കൊണ്ടൊരു വിധി പ്രസ്താവന നടത്തിയിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടുള്ളതല്ല ഈ പുതിയ നിയമം. മിനിമം കൂലി സംബന്ധിച്ചും ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുക. മിനിമം കൂലി സംബന്ധിച്ച് നേരത്തെ ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യം പ്രതിമാസം 21,000 രൂപ നിശ്ചയിക്കണമെന്നതാണ്. അതിന് നിദാനമായ ഒട്ടേറെ റിപ്പോർട്ടുകളും പഠനങ്ങളും നടത്തിയത് തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ആ മുദ്രാവാക്യം, ആ ആവശ്യം അംഗീകരിക്കുന്നതിന് പകരം മിനിമം കൂലി സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാക്കുമെന്ന് നിയമത്തിൽ പറയുമ്പോഴും അത് ബാധകമാകുന്നത് വളരെ കുറച്ച് തൊഴിലാളി വിഭാഗങ്ങൾക്ക് മാത്രമാണ്, പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികൾക്ക്. അസംഘടിത മേഖലയിലെ, അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾ, സ്കീം വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് ഒരു നാഷണൽ ഫ്ലോർ ലെവൽ വേജസ് പ്രഖ്യാപിക്കുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം, ഈ നിയമത്തിലെ പ്രഖ്യാപനം.
അപ്പം മിനിമം കൂലി സാർവത്രികമാക്കുന്നതിന് പകരം മിനിമം കൂലി കുറച്ച് പേർക്ക്, ബാക്കിയുള്ളവർക്ക് ഫ്ലോർ ലെവൽ വേജ് അത് 282 രൂപ എന്ന നിർദ്ദേശമാണ് ഗവൺമെൻറ്റിനുള്ളത്. 700 രൂപ ഒരു ദിവസം കൂലിയായി കിട്ടണം എന്ന ആവശ്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ശുപാർശ 18,000 രൂപ എന്ന ശുപാർശ നിലനിൽക്കുമ്പോഴാണ് 282 രൂപ നാഷണൽ ഫ്ലോർ ലെവൽ വേജസ് എന്ന തത്വം ഈ നിയമത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാരെ സഹായിക്കാനാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ വിധത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം. സ്കീം തൊഴിലാളികളെ വർക്കർ എന്ന പദവിയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ഞങ്ങൾ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല. വർക്കർ എന്ന് വരുമ്പോഴേ അവർക്ക് വേതനം കിട്ടൂ. ഇപ്പോൾ ഒരു ഹോണറേറിയമാണ്. അംഗൻവാടി, ആശ, NHM, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, സർവശിക്ഷാ അഭിയാൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന ഈ തൊഴിലാളികളെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം കേന്ദ്രം അംഗീകരിച്ചില്ല. പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരു തൊഴിലാളിയുടെ ശമ്പളത്തിൻ്റെ മാസശമ്പളത്തിൻ്റെ 12% തൊഴിലാളിയും അത്ര തന്നെ തൊഴിലുടമയും അടച്ച് രൂപീകരിക്കുന്ന ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ തൊഴിലുടമകൾ അടയ്ക്കേണ്ടത് 10%, തൊഴിലുടമകളെ സഹായിക്കുന്ന വിധത്തിൽ കുറച്ചു കൊടുത്തു ഈ നിയമം. അത്ര തന്നെ തൊഴിലാളി. ഇനി തൊഴിലാളി വിഹിതം വർദ്ധിപ്പിക്കാൻ തൊഴിലാളികൾ തീരുമാനിച്ചാലും തൊഴിലുടമ 10% അടച്ചാൽ മതി. ഇത് തൊഴിലാളികളുടെ പെൻഷൻ വരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് തൊഴിലുടമകളെ പരസ്യമായി സഹായിച്ചു കൊടുത്ത ഒരു നിലപാടാണ്. ഇങ്ങനെയുള്ള തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്ഥിരം തൊഴിലാളികളിൽ തന്നെ ആരോഗ്യം മോശമായാൽ ഹെൽത്ത് അതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റുകൾക്ക് അവകാശം നൽകുന്നുണ്ട്. അത് ഹെൽത്തിന് മാനേജ്മെൻറ്റിൻ്റെ മെഡിക്കൽ പാനൽ ഓഫ് ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ ഹാജരായി ഒരു സർട്ടിഫിക്കറ്റൊക്കെ സംഘടിപ്പിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. തൊഴിലാളിയേക്കാൾ എളുപ്പമായിരിക്കും മാനേജ്മെൻറ്റിന്. തൊഴിലിന് നേരെ വരുന്നൊരു ഭീഷണിയാണിത്. ഇങ്ങനെയുള്ള തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന 3 കോഡുകളാണ് ഇപ്പോൾ പാസ്സാക്കിയത്. ഞാൻ ആ കോഡുകളുടെ മുഴുവൻ വ്യവസ്ഥകളിലേക്ക് കടന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ വിശദീകരണം എല്ലാ തൊഴിലാളികൾക്കും നൽകുന്നതാണ്, ലേഖനങ്ങളായി എഴുതുന്നതാണ്. ഈ തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെ, ലേബർ കോഡുകൾക്കെതിരെ തൊഴിലാളികളുടെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് തൊഴിലാളികൾക്കിടയിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും സമരരംഗത്തിറക്കാനും സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.